ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ മീഡിയ. ആൻഡ് ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. ആൻഡ് നമ്മുടെ ഒന്നാമത്തെ റിവ്യൂ വീഡിയോ. ആൻഡ് ഇതൊരു പുതിയൊരു സിനിമയുടെ റിവ്യൂ അല്ല, പക്ഷേ ഏത് കാലത്തിറക്കിയാലും ആ കാലത്തെ പുതിയ പടങ്ങളെ ഒക്കെ വീഴ്ത്തി ആ ഒരു വർഷത്തെ ഏറ്റവും മികച്ച തിയേറ്റർ എക്സ്പീരിയൻസും ബെസ്റ്റ് സിനിമയും ആയി മാറാൻ കേൾപ്പുള്ള ഒരു പടത്തിൻ്റെ ഒരു 11 വർഷം പഴക്കമുള്ള ഒരു പടത്തിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് നമ്മുടെ ചാനലിന് ഒരു റിവ്യൂ ഫിലിം റിവ്യൂസ് ഒക്കെ ഇടുന്നൊരു ചാനലാണ്. ആൻഡ് ഫസ്റ്റ് റിവ്യൂ തന്നെ ഈ ഒരു സാധനത്തിൻ്റെ റിവ്യൂ ആയിട്ടാണ് നമ്മൾ ഇറക്കുന്നത്. അതുപോലൊരു ഐശ്വര്യം ഈ ചാനലിന് കിട്ടാനേ ഇല്ല. ഈ ചാനൽ എത്ര നന്നായാലും എത്ര മോശമായാലും ഈ ഒരു പടത്തിൻ്റെ റിവ്യൂയോടെ തന്നെ ഈ ചാനൽ ഞാൻ തുടങ്ങുന്നത് വെച്ചാൽ ഇറ്റ്സ് ലൈക്ക് എ ഡ്രീമി ഓപ്പർച്യൂണിറ്റി ടു മീ. ആൻഡ് ഇറ്റ്സ് നൺ അതർ ദാൻ ക്രിസ്റ്റഫർ നോളൻസ് ഇൻ്റർസ്റ്റെല്ലാർ. ഇന്നലെ കണ്ടിരിക്കുകയാണ്. ഇന്നലെ ഫെബ്രുവരി 7 ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ ഷൂട്ട് ചെയ്തതിൽ കുറച്ച് സീൻസാണ്, അതായത് തിയേറ്ററിൽ നിന്ന് റെക്കോർഡ് ചെയ്ത കുറച്ച് സീൻസാണ് നിങ്ങൾക്ക് ഇവിടെ വിഷ്വലി ഡിസ്പ്ലേ ആവുന്നത്. അത് മാത്രമല്ല, ഞാൻ പുറത്തു നിന്ന് അല്ലാണ്ട് ഫോട്ടോസും സീൻസ് ഇടുന്നുണ്ട്, പക്ഷേ തിയേറ്ററിൽ കുറച്ച് സീൻസ് ഇതിൽ ആഡ് ചെയ്യുന്നു. ലോകമെമ്പാടും ഇത് ഡിസംബറിൽ റിലീസ് ചെയ്തു. അപ്പോൾ ഇന്ത്യയിൽ മാത്രം പുഷ്പ 2 കാരണം നമുക്ക് റിലീസ് കിട്ടിയില്ല. ആൻഡ് ഫൈനലി ഫെബ്രുവരി 7 അവർ ഇന്ത്യയിൽ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞതോടെ കേട്ട പാതി കേൾക്കാതെ പാതി അപ്പം തന്നെ ഞാൻ ബുക്കിംഗ് തുടങ്ങിയ സ്പോട്ടിൽ തന്നെ ഞാൻ പോയി ബുക്ക് ചെയ്തു. ഫസ്റ്റ് ഡേ തന്നെ ഫെബ്രുവരി 7 റിലീസ്. ഫെബ്രുവരി 7 ഫസ്റ്റ് ഷോ, ഞാൻ കയറിയ തിയേറ്ററിലെ ഫസ്റ്റ് ഷോ തന്നെ ഒരു FTFS അടിച്ചിട്ട് വേറൊരു പ്ലാനറ്റ്, വേറെ ഡയമെൻഷനിൽ എത്തി നിൽക്കുന്ന ഒരു ഹാങ് ഓവറിലാണ് ഞാനിപ്പോൾ റിവ്യൂ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഏറെ പ്രിയപ്പെട്ട ഒരു ചിത്രം, ഏറെ പ്രിയപ്പെട്ട ഒരു സംവിധായകൻ്റെ ചിത്രം, ഏറെ പ്രിയപ്പെട്ട ഒരു സംഗീത സംവിധായകൻ, മ്യൂസിക് കമ്പോസറിൻ്റെ ചിത്രം, ഏറെ പ്രിയപ്പെട്ട ഒരു നടൻ്റെ ചിത്രം, ഏറെ പ്രിയപ്പെട്ട ഒരു ചിത്രം, അതിൻ്റെ ഒരു റിവ്യൂ എന്ന് പറയുമ്പോൾ ഒരിക്കലും എനിക്ക് ആ സിനിമയുടെ റിവ്യൂ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ സിനിമയുടെ ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഷെയർ ചെയ്യുന്നുള്ളൂ. സിനിമയെ പറ്റി പറയാൻ നിന്നുണ്ടെങ്കിൽ ഇന്നും നാളെ ഒന്നും തീരില്ല. കാരണം ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഫിലിം ഓഫ് ഓൾ ടൈം. ഇതിന് നിങ്ങൾ ടോപ്പ് 10 ഫിലിംസ് എവർ റിലീസ്ഡ് ഇൻ ദി ഹിസ്റ്ററി ഓഫ് സിനിമ കൊണ്ടുവച്ചാലും ആർക്കും ഒരു സമ്മതക്കേടുണ്ടാവില്ല. ടോപ്പ് 5 കൊണ്ടുവച്ചാലും ആർക്കൊരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ഇതാണ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച നമ്പർ 1 ഫിലിം ഓഫ് ഓൾ ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് സിനിമ എന്ന് പറഞ്ഞാൽ പോലും അതിനെതിരെ എതിർക്കാൻ ഞാൻ വരില്ല, വേറെ ആര് വന്നാലും. കാരണം ഐ കംപ്ലീറ്റ്ലി അഗ്രി. ദിസ് ഈസ് സംതിങ് ബിയോണ്ട് വേർഡ്സ്, സംതിങ് ബിയോണ്ട് ദ ഡിസ്ക്രിപ്ഷൻസ്. കാരണം അങ്ങനെ ഒരു സിനിമ ക്രിസ്റ്റഫർ നോളൻ 2014 ഇറക്കി വിട്ടതിന് ശേഷം, അന്നൊന്നും ഈ ഇന്ത്യയിൽ, ബാക്കിയുള്ള സ്ഥലത്തൊക്കെ അത്യാവശ്യം സ്വീകാര്യത ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ അത്ര സ്വീകാര്യത കിട്ടാണ്ട് ഒരു നോർമൽ ഹോളിവുഡ് ഫിലിം വന്നു പോകുന്ന മാതിരി പോയതാണ്. പക്ഷേ ഇന്ന് റിലീസ് ചെയ്യുമ്പോൾ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. കാരണം ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരുപാട് 1,00,000 മേലെ പ്രീസെയിലൊക്കെ ടിക്കറ്റ് പോകുക. പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം റിലീസ് ചെയ്ത ഇന്ത്യൻ സിനിമകളെ പോലും വെട്ടിയിട്ടാണ് ഇതിനൊരു റിസപ്ഷൻ കിട്ടിയത് ഇവിടെ. എങ്ങനെ പോയാലും ദ ബെസ്റ്റ് റിലീസ് ഇൻ ലാസ്റ്റ് ഫ്യൂ ഡെക്കേഡ്സ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. എനിക്ക് അങ്ങനൊരു റിലീസ് തോന്നിയത് പറയുന്നത് ടൈറ്റാനിക്കാണ് 2022. സോ 23 ടൈറ്റാനിക്. അതിന് ശേഷം ഇപ്പം ഇങ്ങനെ ഒരു റിലീസ് കിട്ടിയത് നമുക്ക് ഇൻ്റർസ്റ്റെല്ലാറാണ്. ഇൻ്റർസ്റ്റെല്ലാറിൻ്റെ എക്സ്പീരിയൻസ് മാൻ, ഈ പടം ഞാൻ വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളെല്ലാവരും പോലെ തന്നെ സ്മോൾ സ്ക്രീനിലാണ് കണ്ടത്. 2014 ഇങ്ങനൊരു പടത്തെ, ഇങ്ങനൊരു ഡയറക്ടറെ പോലും എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഒരു കൊറോണ 2017 എറ തൊട്ടിട്ടാണ് ഞാൻ നോളൻ ഫിലിംസ് കാണാനും നോളൻ അറിയാനൊക്കെ തുടങ്ങിയത്. ഇൻ്റർനെറ്റ് ഒന്ന് സ്റ്റേബിളായി നമ്മളെ കയ്യിലേക്ക് വരുമ്പോൾ ആ ഒരു ടൈം 2017-16 ആണ്. അങ്ങനെയാണ് ഞാൻ ഈ മനുഷ്യനെ അറിയാൻ തുടങ്ങിയത്. അങ്ങനെ ഇയാളെ ഒരുപാട് സിനിമകൾ, എന്നെ സംബന്ധിച്ച് എൻ്റെ ഫേവറേറ്റ് ഡയറക്ടർ ക്രിസ്റ്റഫർ നോളനാണ്. സോ നിങ്ങൾ ബിഗിനേഴ്സ് പാക്കാണ് ക്രിസ്റ്റഫർ നോളൻ, അങ്ങനെ എന്ത് പറഞ്ഞാലും നോളൻ അതൊരു വികാരമാണ്. കാരണം വെറും മാർവൽ ഫിലിംസും മറ്റേ ഈ ഫ്രാഞ്ചൈസി ഫിലിംസും കണ്ടിരിക്കുന്ന എന്നെ വാട്ട് ഈസ് വേൾഡ് സിനിമ, വാട്ട് ഈസ് പ്യുവർ ആർട്ട് എന്ന് കാണിച്ചു തന്ന ഫസ്റ്റ് ഡയറക്ടർ ക്രിസ്റ്റഫർ നോളനാണ്. ഞാൻ പുള്ളിക്കാരൻ്റെ ഇൻസെപ്ഷൻ വെച്ചാണ് തുടങ്ങിയത്. ഇൻസെപ്ഷൻ തന്നെ എത്ര പ്രാവശ്യം കണ്ടെന്ന് അറിയില്ല. അങ്ങനെ അയാളുടെ ഫിലിമോഗ്രാഫി ഓരോന്നായി കണ്ടു നിൽക്കുന്നതിനിടയിലാണ് ഇൻ്റർസ്റ്റെല്ലാർ എന്ന് പറഞ്ഞാൽ ഇത്രയും ക്രിട്ടിക്കലി അക്ലെയിംഡ് ആയിട്ട് ഇത്രയും ഫാൻസ് ഉള്ളൊരു സാധനം ഞാൻ കാണാൻ നിന്നത്. സോ ഇതിൽ എന്താണ് ഇത്രമാത്രം ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി പണ്ടെന്ന് കണ്ടത് ഓർമ്മയുള്ളൂ. പിന്നെ ഇതിൻ്റെ ഓരോ സീൻ ബൈ സീൻ ഇതിൻ്റെ എൻഡ് വരെ എത്തുമ്പോഴേക്കൊക്കെ ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ സ്ക്രീനിലാണ് കണ്ടത്. ഇരുന്ന കസാലയിൽ നിന്ന് ഞാൻ പടം കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ഇരുന്നു. അമ്മാതിരി ഒരു സാധനം. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചു 2014 വെളിവും ബോധവും ഒക്കെ ഉണ്ടെങ്കിൽ
അന്ന് തന്നെ തിയേറ്ററിൽ പോയി കാണുകയും പിന്നെ ഞാൻ അതിന് ശേഷം ഒരുപാട് ഊണിലും ഉറക്കത്തൊക്കെ നമ്മൾ പറയുന്ന മാതിരി ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്, ഇതൊന്ന് റിയലൈസ് ചെയ്താൽ അപ്പം തന്നെ പോയി കണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ലഭിച്ച് ലൈഫ് ടൈം തിയേറ്റർ എക്സ്പീരിയൻസ് ലഭിച്ച് ജീവിതം മൊത്തം അത് ചെറിഷ് ചെയ്ത് കിടക്കാമെന്ന് ഞാൻ ഫൈനലി ഇന്നലെ അത് നടന്നു. ആൻഡ് വാട്ട് ഓ മാൻ, ഐ ഹാവ് ലിറ്ററലി നോ വേർഡ്സ്. കാരണം ഇത്രയൊരു ഇമോഷണലി ബൗണ്ടഡ് ആയൊരു സിനിമയാണ്. പേഴ്സണലി ഒരുപാട് ഒരു സ്പെഷ്യൽ പ്ലേസ് ഈ ഫിലിം എൻ്റെ ഹാർട്ടിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ തുടങ്ങിയാൽ കുറേ നേരം പോകും. ആൻഡ് ഈ വീഡിയോ ഞാൻ ഭയങ്കര ക്രിസ്പാക്കിയിട്ട് അധികം നീട്ടി വലിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് വിചാരിച്ച് ചെയ്തതാണെങ്കിൽ പോലും എങ്ങനെ പോയാലും ഇത് ഒരു 10 to 15 മിനിറ്റ്സ് നീളും. ഈ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിലും ശരി, കണ്ടാലും ശരി കണ്ടില്ലെങ്കിലും ശരി, കാരണം ഐ എം മേക്കിംഗ് ദിസ് വീഡിയോ ഫോർ എക്സ്പ്രസിങ് മൈ ലവ് ടുവേർഡ്സ് ദിസ് ഫിലിം, മൈ ലവ് ടുവേർഡ്സ് ക്രിസ്റ്റഫർ നോളൻ ആൻഡ് ഹാൻസ് സിമ്മർ. ഇത് എനിക്ക് വീണ്ടും വീണ്ടും കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇടുന്ന ഒരു വീഡിയോ മാതിരിയാണ്. ഇറ്റ്സ് മോർ ലൈക്ക് എ ലവ് ലെറ്റർ ടു ദാറ്റ് ഫിലിം ആൻഡ് ദ ഡയറക്ടർ. ഇന്നലെ അത് കണ്ടപ്പോൾ ഞാൻ എന്താ പറയുക, ഈ കോൺഫീൽഡ് ചേസ് എന്ന് പറഞ്ഞൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട് ഈ ഫിലിമിൽ ഹാൻസ് സിമ്മർ ചെയ്ത. അത് എത്ര വർഷമായിട്ട് എവിടെ കേട്ടാലും അപ്പോൾ എനിക്ക് ചിൽസ് കിട്ടും. അത് തിയേറ്ററിൽ കേൾക്കുക എന്ന് പറഞ്ഞാൽ വൺ ഓഫ് മൈ ബിഗ്ഗസ്റ്റ് ബക്കറ്റ് ലിസ്റ്റ് ആയിരുന്നു. അത് ഇന്നലെ നടന്ന് ഡോക്കിംഗ് സീൻ ഈ ഫിലിമിൻ്റെ അതൊക്കെ തരുന്ന ഒരു അഡ്രിനൽ കിക്കുണ്ട്. അത് ഫോണിൻ്റെ 5 ഇഞ്ച് സ്ക്രീനിൽ കണ്ടാലും ടി വിൻ്റെ എത്ര 24 ഇഞ്ചിൻ്റെയോ 40 ഇഞ്ചിൻ്റെയോ 4K 5K ഏത് ടി വിയിൽ കണ്ടാലും നിങ്ങൾക്ക് സെയിം എമൗണ്ട് ഓഫ് ഗൂസ് ബംസ് ആൻഡ് ചിൽസാണ് കിട്ടുക. ആ ഒരു എമൗണ്ടിനെയൊക്കെ ബിഗ് സ്ക്രീനിൽ കാണുക എന്ന് പറയുക, ഐമാക്സ് എല്ലാം പറയുന്നത് തിയേറ്ററിൻ്റെ ബിഗ് സ്ക്രീൻ. ഐമാക്സ് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഐമാക്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ സ്വർഗ്ഗം ലഭിച്ചു എന്നാണ്, അതിനപ്പുറമൊന്നുമില്ല. സോ ഞാൻ കണ്ടത് നോർമൽ സ്ക്രീനിലാണ്. കാരണം നമുക്ക് ഐമാക്സ് അഫോർഡ് ചെയ്യാനുള്ള നമ്മൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് അല്ല, സ്റ്റഡിയിങ് ആണ്. ആൻഡ് ഐമാക്സ് ഉള്ളത് തന്നെ നമുക്ക് ഇപ്പോൾ കൊച്ചിയിൽ ട്രിവാൻഡ്രം കോയമ്പത്തൂരൊക്കെയാണ്. അവിടെ വരെ പോയി ട്രാവൽ ചെയ്യാൻ പോലുള്ള പൈസ ഞാൻ എന്താണ് ഫിനാൻഷ്യലി എനിക്ക് ഉണ്ടാക്കാനായിട്ടില്ല. കാരണം അതിനായിട്ട് ഞാൻ പാരൻസിനെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ അടുത്തുള്ളൊരു നോർമൽ സ്ക്രീനിൽ പോയി കണ്ടു. അതിൽ ഇത്രയും വലിയൊരു ഇമ്പാക്റ്റാണ് ആ പടം എനിക്ക് തന്നെങ്കിൽ ഐമാക്സിൽ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ ഞാൻ മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. കാരണം എൻ്റെ ലൈഫ് ഒരു 8ാം ലോക മഹാത്ഭുതം കണ്ട മാതിരിയായിരിക്കും എൻ്റെ ലൈഫ് ആ ഒരു സ്പോട്ട് ഐമാക്സിൽ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ. അത് 70 mm ആണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല. അപ്പം സ്പോട്ടിൽ മരിച്ചാലും കുഴപ്പമില്ല. കാരണം ഇറ്റ് കുഡ് ബി ദ ബെസ്റ്റ് എൻഡിങ് ടു മൈ ലൈഫ്. കാരണം എത്രയും അധികം ഇമോഷണലി ഒരു റോളർ കോസ്റ്റർ റൈഡ് കഴിഞ്ഞിട്ട് ഇരിക്കുക, അങ്ങനെ സ്തംഭിച്ച് ഫ്രോസണായി ഇരിക്കുക. ആ സ്പോട്ടിൽ ലൈഫ് തീർന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഒന്നും എനിക്ക് ഒരു നഷ്ടമില്ല. ദിസ് ഈസ് ദ ബെസ്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ എൻഡിങ് ഐ ക്യാൻ എവർ ഇമാജിൻ. അത്രയൊരു ബ്യൂട്ടിഫുള്ളായ ഫിലിം, അത്രയൊരു ബ്യൂട്ടിഫുള്ളായ തിയേറ്റർ എക്സ്പീരിയൻസ്. ആൻഡ് മാൻ, ദിസ് ഈസ് വാട്ട് ഐ ഇമാജിൻഡ്. തിയേറ്ററിൽ കാണാൻ സാധിച്ചിരുന്നേൽ എന്ന് ഞാൻ പണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെ ആഗ്രഹിക്കുന്നത് എന്താണ്, അത് ഇതാണ്. അത് ഇന്നലെ ആക്ച്വലി ലഭിച്ചപ്പോൾ ഞാൻ എന്തൊരു ഒരു ഇമോഷൻസിലൂടെയാണ് ഇങ്ങനെ പോയതെന്ന് പറയാൻ എനിക്ക് വാക്കുകളില്ല. അത് ഇൻ്റർസ്റ്റെല്ലാർ സിനിമയുടെ ഫാൻസിന് എങ്ങനെ പോയാലും മനസ്സിലാവും. അല്ലാണ്ട് ഇൻ്റർസ്റ്റെല്ലാർ എന്താ, നോളൻ എന്താ, അതൊന്നും അറിയാണ്ട് ഇത് പറയുന്ന പോലെ ഇവൻ എന്ത് പിച്ചും പേയാണ് പറയുന്നത്. ഇത്രയും മാജിക്കലായ സിനിമയൊക്കെ എന്താണ് ഇതിലുള്ളതെന്നൊക്കെ അവർക്ക് തോന്നും. പക്ഷേ ഈ സിനിമ എനിക്ക് വർഷങ്ങളായിട്ട് എനിക്കല്ല, ഈ സിനിമ ലവേഴ്സിൻ്റെ ഹാർട്ടിൽ ഈ സിനിമയുടെ പ്ലേസ് ഒന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനെ ഒരു സാധനം, അതിൻ്റെ BGM ഒക്കെ വെറുതെ ഇരിക്കുമ്പം പോലും തലയിൽ ഓടുന്ന സാധനം. അത് ആ തിയേറ്ററിൻ്റെ ബിഗ് സ്ക്രീനിൽ സറൗണ്ടഡ് 7.1 ഡോൾബി അറ്റ്മോസ് ഓഡിയോസിലൊക്കെ കേൾക്കുമ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വികാരമാണ്. അങ്ങനെ ഞാൻ ഇന്നലെ ഫുള്ള് വേറൊരു റേഞ്ചിൽ ഇത് പടം തുടങ്ങി ഇവർ കോൺഫീൽഡ് ചേസ് തുടങ്ങുന്ന നേരം തന്നെ ഹാൻസ് സിമ്മർ ആ മ്യൂസിക് കിട്ടിയതിന് ശേഷം നിന്നില്ല. പ്രൊജക്ടർ ഓഫാക്കി, ആ ഒരു ടൈറ്റിൽ റോളൊക്കെ കഴിഞ്ഞ് പ്രൊജക്ടർ ഓഫാക്കുന്നവരെ ഞാൻ നിന്ന നിപ്പിൽ ഇൻ്റർവെല്ലായിട്ട് പോലും ഞാൻ മര്യാദയ്ക്കാണെങ്കിൽ അങ്ങനെ ഒരു ഗംഭീര എക്സ്പീരിയൻസ്. ആകെ 7 ദിവസമുള്ളത് തിയേറ്ററിലൂടെ. ആ 7 ദിവസം നിങ്ങൾ ആരെ കൊന്നിട്ടായാലും ശരി കുറച്ച് പൈസ ഉണ്ടാക്കി നിങ്ങളുടെ ഏരിയയിലുള്ള ഏതെങ്കിലും ഒരു തിയേറ്ററിൽ പോയി കാണുക. ഐമാക്സ് പറ്റുന്നവർ വീട് വിറ്റിട്ടാണ് ഐമാക്സിൽ പോയി കാണുക. അത്ര എനിക്ക് പറയാനുള്ളൂ. കാരണം ഐമാക്സിലൊക്കെ ഈ പടം എന്ന് പറയുന്നത് മെയ്ഡ് ഫോർ ഐമാക്സ് ആൻഡ് ഷോട്ട് ഇൻ ഐമാക്സ് ആണ്. സോ നോളൻ ഇൻറ്റൻറ്റ് ചെയ്ത് അതേ ഒരു ഐമാക്സ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. നിങ്ങൾ ഈ ലോകത്തിനി ഒരു സിനിമയും കാണണ്ട, ഇതന്നെ മതി. ഇതിൻ്റെ എക്സ്പീരിയൻസ് തന്നെ ഈ ലൈഫ് ടൈം നിങ്ങൾക്ക് ചെറിഷ് ചെയ്യാം. ഞാൻ ഈ നോർമൽ സ്ക്രീനിൽ കണ്ടിട്ട് പോലും തന്നെ എനിക്ക് ലൈഫ് ടൈമിലേക്കുള്ള ഒരു അച്ചീവ്മെൻ്റ് ആണ് ആസ് എ ഒരു സിനിമ ലവർ. കാരണം ആരെങ്കിലും ഇനി ഭാവിയിൽ വന്ന് വെച്ചാൽ ഐ ക്യാൻ പ്രൗഡ്ലി സേ ദാറ്റ്
ഞാൻ ഇൻ്റർസ്റ്റെല്ലാർ തിയേറ്ററിലാണ് കണ്ടത്. അത് ചുമ്മാ വന്നപ്പം കണ്ടതല്ല, വർഷങ്ങളായി ഇതിനു വേണ്ടി ക്രേവ് ചെയ്ത് ഇതിനു വേണ്ടി ഡിസയർ ചെയ്ത് അവസാനം അത് കിട്ടിയപ്പോൾ ഒരു സുഖം, പിന്നെ തിയേറ്ററിൽ കണ്ടപ്പോൾ പറയുകയേ വേണ്ട. അങ്ങനെ ഞാൻ ആറ്റുനോറ്റ് എനിക്ക് ലഭിച്ച ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ് ഇൻ്റർസ്റ്റെല്ലാറിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ്. ആൻഡ് വാട്ട് എൽസ് ടു സേ, ഞാൻ ഓൾറെഡി 10 minutes ആയി. ഒരു 15 minutes ഞാനിത് കൺക്ലൂഡ് ചെയ്യാൻ വിചാരിക്കുന്നു. 15 or 17 20 മിനിറ്റിൻ്റെ അടിയിൽ ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ വിചാരിക്കുന്നു. അപ്പം ഇനി നമ്മൾ നേരെ പടത്തിൻ്റെ പ്രൈസിങ്ങിലേക്ക് പോകാം. പടത്തിൻ്റെ ടെക്നിക്കൽ മേക്കിംഗ്. വാട്ട് ഇൻ ദ സെവൻ ഹെൽസ് ഡിഡ് ദിസ് മാൻ എയ്റ്റ് ബിഫോർ ഡൂയിങ് ദിസ് ഫിലിം. കാരണം എന്ത് സ്ക്രിപ്റ്റാണോ ഇത്, എന്ത് സ്ക്രിപ്റ്റാ. വാട്ട് ഐ ഹാവ് നോ വേർഡ്സ്. ഇയാളെ ഇമാജിനേഷനും ഇയാളെ വേ ഓഫ് തിങ്കിങ്ങും പോകുന്നത്, ക്രിസ്റ്റഫർ നോളൻ്റെ കാര്യമാണ് ഈ പറയുന്നത്, ഏത് റേഞ്ചിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ ഇയാൾക്ക് എങ്ങനെ ഈ ഒരു കഥ കിട്ടിയെന്ന് ഞാൻ നോക്കുന്നത്. കാരണം കഥ ചുമ്മാ സ്പേസിൽ പോയി തിരിച്ചു വരികയെന്നല്ല ഇത്. കാരണം അച്ഛൻ മകൾ ബോണ്ട്, ടൈം എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ, 4th dimension, 3rd dimension, 2nd dimension, 1st dimension, പിന്നെ ബ്ലാക്ക് ഹോള്, മില്ലേഴ്സ് പ്ലാനറ്റ്, അവിടുത്തെ ടൈം വർക്കിങ്, ഇത് എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്യുക. ഐ മീൻ എല്ലാം ഒരേ ഒരു മാറ്ററിൽ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് ബ്യൂട്ടിഫുള്ളി അതിനെ വിഷ്വലി പ്രസൻറ്റ് ചെയ്യാൻ അയാളെ പേര് ഞാൻ മറന്നുപോയി. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി നോളൻ്റെ എല്ലാ പടത്തിലും ചെയ്യുന്ന ചങ്ങായിയാണ്. എന്തോ വാൻ ഹയോട്ടെ സംതിങ്, ഐ ഫോർഗോട്ട് ഹിസ് നെയിം. അയാളെ ഒരു വിഷ്വൽസ് ചേർന്ന ഹാൻസ് ഗോഡ് സിമ്മർ, ദ ഗ്രേറ്റസ്റ്റ് മ്യൂസിക് കമ്പോസർ ഓഫ് ഓൾ ടൈം ഞാൻ പറയുന്നത്, എൻ്റെ ഫേവററ്റ് മ്യൂസിക് ഡയറക്ടർ ഓഫ് ഓൾ ടൈം ആയ ഹാൻസ് സിമ്മറിൻ്റെ ഈ ഫിലിമിൻ്റെ സോളൻ ഹാൻസ് സിമ്മറാണ്. ഓക്കെ, ഇയാളില്ലെങ്കിൽ ഈ സിനിമ ഇല്ല. നോളൻ്റെ വിഷ്വൽസും ഡയറക്ഷനും എല്ലാം ഇയാളെ ഈ ഒരു മ്യൂസിക് ഇല്ലെങ്കിൽ ഒന്നും ആവാണ്ട പോയി, വളരെ ഒന്നും ഒരു ഇമ്പാക്റ്റ് ഇല്ലാണ്ട് പോയി. ഇയാൾ ഈ ഒരു മ്യൂസിക്കും ഈ മുകളിൽ പറഞ്ഞ നോളൻ്റെ എക്സെപ്ഷൻ ആയിട്ടുള്ള ഈ ഒരു സ്ക്രിപ്റ്റും ഡയറക്ഷനും ഈ വാൻ ഹയോട്ടേൻ്റെ DOP എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് എങ്ങനെ ഒരു ബ്യൂട്ടിഫുള്ളി കോംപ്ലക്സ് ഫിസിക്സ് ഒക്കെ ഉള്ള ഒരു പടം ഹ്യൂമൻ നേച്ചർ അല്ലെ ഹ്യൂമാനിറ്റിയുടെ ഡീപ്പിൽ പോയിട്ട് ഇമോഷണലി കണക്ട് ചെയ്യുന്ന രീതിയിൽ ബ്ലെൻഡായി വന്നിട്ട് ഒരു ഔട്ട്പുട്ട് കിട്ടിയെന്ന് ഐ ക്യാൻഡ് ഈവൻ തിങ്ക്. ഇത്രയും സർറിയലായിട്ടുള്ളൊരു ഫിലിമിൻ്റെ മേക്കിങ്ങും ഇതിൻ്റെ ഇനീഷ്യൽ റൈറ്റിംഗ് ഒക്കെ ഇവരെങ്ങനെ പുൾ ഓഫ് ചെയ്തു എന്നുള്ളത് ഇപ്പോഴൊരു വായ തുറന്ന് വണ്ടറടിക്കുന്ന ഒരു ചോദ്യമാണ്. അത് ഞാൻ ഫസ്റ്റ് ടൈം ഇത് ഡിജിറ്റലി എൻ്റെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കണ്ടപ്പോഴും ഇപ്പോൾ ലാസ്റ്റായിട്ട് തിയേറ്ററിൽ വെച്ച് ഇന്നലെ ബിഗ് സ്ക്രീനിൽ അനുഭവിച്ചറിഞ്ഞപ്പോൾ എനിക്കിതോ ചോദിക്കാനുള്ളൂ, ഹൗ ദ ഹെൽ ടു മേക്ക് ദിസ് ഫിലിം. 2014 എടുത്ത ഫിലിമിൻ്റെ മേക്കിംഗ് 2025 വരുന്ന സോ കോൾഡ് ബഡ്ജറ്റ് ലക്ഷൂറിയസ് ആയിട്ട് ബഡ്ജറ്റ് വാരിയറിഞ്ഞ ഫിലിംസ് ഒന്നും ആയി 2014 ഇറങ്ങി ഇൻ്റർസ്റ്റെല്ലാറിൻ്റെ മേക്കിങ്ങിന് 1% പോലും വരുന്നില്ല എന്നുള്ളതാണ്. കാരണം അപ്പം അന്നേ ഇയാൾ ദിസ് മാൻ ഈസ് ആൻ ഏലിയൻ, അത്രേ ഉള്ളൂ. അന്നേ ഈ ലെവൽ ഓഫ് അല്ലെങ്കിൽ ഞാൻ ആരോടെ പറയുന്നത്, ഇത് 2006 ഏർലി ടൈമിൽ മെമൻറ്റോ പിടിച്ച മനുഷ്യനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. 2014 ഇയാൾക്ക് ഇങ്ങനെ ജസ്റ്റ് യെറ്റ് അനദർ ലീഗ് മാൻ ഈ ഫിലിം. പിന്നെ ഹാൻസ് സിമ്മറിനെ ഞാൻ ഓൾറെഡി പറഞ്ഞ് ഇനി വീണ്ടും എനിക്ക് ഇയാളെ പറയാൻ ആവില്ല, കാരണം ഇയാളില്ലെങ്കിൽ സിനിമ ഇല്ല. ആക്ച്വലി ഈ ഫിലിം എന്നെ തിയേറ്ററിൽ കാണണം എൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടാക്കാൻ കാരണം അത് ഈ ഫിലിമിൻ്റെ മേക്കിങ്ങും അല്ല, ഇതിൻ്റെ വിഷ്വൽസും അല്ല, ഇതിൻ്റെ ഡയറക്ഷനാണ്. പക്ഷേ ഇതിൻ്റെ ഡയറക്ഷൻ അല്ല വെച്ചാൽ അല്ല. ഏറ്റവും അധികം എനിക്ക് ഇതിൽ ഹാൻസ് സിമ്മറിൻ്റെ ആ ഒരു മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഇതൊരു തെറാപ്പിയാണ്. ഇതിലത്തെ മ്യൂസിക് തെറാപ്പി. ഇറ്റ്സ് വേറൊരു ലെവലിലേക്ക് എത്തിക്കും. ഒരു സിമ്പിൾ പിയാനോ ടോണാണ് ആ ഒരു കോൺഫീൽഡ് ചേസും മറ്റേ ഒരു കവേർഡ്സ് എന്നിട്ടൊരു ഇതുണ്ട്, അത് നോ ടൈം ടു കോഷൻ, ഡോക്കിങ് എല്ലാം സിമ്പിളസ്റ്റ് പിയാനോ ടോൺസ് ആണ്. പക്ഷെ അത് നേരെ ഹാർട്ട് പിയേഴ്സ് ചെയ്തിട്ടാണ് പുറത്തേക്ക് പോകുക. അങ്ങനെ ഒരു മെലോഡിയസ് അയാൾ ആ വർക്കാണ് എനിക്ക് ഇത് ഫോണിൽ കേട്ടാലും ടി വിയിൽ കേട്ടാലും സ്പീക്കറിൽ കേട്ടാലും ഹെഡ്സെറ്റ് കേട്ടാലും അപ്പം എനിക്ക് ഇൻസ്റ്റൻറ്റ് ഒരു ചിൽസ്, ഒരു ഷിവർ ത്രൂ മൈ ബോഡി കിട്ടുന്നൊരു സാധനം തിയേറ്ററിൽ കിട്ടണം. ഇത് തിയേറ്ററിന് ആ സ്പീക്കറിൽ സറൗണ്ട് ചെയ്ത് കേൾക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് മാത്രം ഞാൻ ഈ പടം ഏറ്റവും അധികം ഈ പടം എനിക്ക് തിയേറ്ററിൽ കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കാൻ തുടങ്ങിയത് തന്നെ. സോ
ഹാൻസ് സിമ്മറിൻ്റെ മ്യൂസിക്കിന് വേണ്ടിയിട്ടാണ്. ആക്ച്വലി ഞാൻ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ പടം തിയേറ്ററിൽ ഒന്ന് റിലീസ് ആവാൻ ആഗ്രഹിച്ചത്. അത് കിട്ടിയപ്പോൾ അത് ഇന്നലെ ആ ഒരു സറൗണ്ടഡ് സ്പീക്കേഴ്സിൻ്റെ ഇടയിൽ കേട്ടപ്പം ഐ ലിറ്ററലി വെൻ ടു ഹെവൻ. ഈ സ്വർഗം നരകത്തിലൊന്നും എനിക്ക് വിശ്വാസമില്ലെങ്കിലും ഇന്നലെ ആ 3 മണിക്കൂർ ആ ഒരു ഫിലിമിൽ നിന്ന് കുറേ മ്യൂസിക് കേട്ടു. ആ ഒരു മ്യൂസിക് എന്നെ എവിടെയോ ഒരു യൂഫോറിയ എവിടെയോ ഒന്ന് എത്തിച്ചു. സോ അത് ആ എത്തിയ സ്ഥലമാണ് എന്നോട് ചോദിച്ചാൽ സ്വർഗം. ദാറ്റ് ഈസ് ഹെവൻ ഫോർ മീ. താങ്ക് യു ഹാൻസ് സിമ്മർ, താങ്ക് യു ഫോർ ദാറ്റ് ഐക്കോണിക് വർക്ക്. പുള്ളിക്കാരൻ തന്നെ പറഞ്ഞിട്ട് പുള്ളിയുടെ ബെസ്റ്റ് വർക്കായിട്ട് പുള്ളിക്ക് തോന്നിയത് അതാണ്. ഒരുപാട് പൈററ്റ്സ് ഓഫ് ദ കരീബിയനും മറ്റേ ലയൺ കിങ്ങും ഇൻസെപ്ഷനൊക്കെ ചെയ്ത മനുഷ്യൻ തന്നെയാണ് ഇങ്ങനെ. ബട്ട് ഇൻറ്റർസ്റ്റെല്ലാറിലെ വർക്ക് ഈസ് സംതിങ് ഡിഫറെൻറ്റ്, സംതിങ് എക്സെപ്ഷണൽ, സംതിങ് നെക്സ്റ്റ് ഡയമെൻഷൻ. നോളൻ്റെ ഡയറക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. ഹൗ ഇൻ ദ ഹെൽസ് ദാറ്റ് മാൻ മേക്ക് മൂവീസ്. ഇനിയിപ്പോൾ എനിക്കൊന്നും പറയാനില്ല. ഐ ജസ്റ്റ് ക്യാൻ വെയിറ്റ് ഫോർ ദ ഓഡിസി മാൻ. അടുത്ത വർഷമാണ് ഇങ്ങോട്ട് ഓഡിസി എന്ന് പറഞ്ഞ ഫിലിം വരുന്നുണ്ട്. അത് വേറെ ഇത് വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഗോഡ് ഹോം ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഐമാക്സിൻ്റെ തന്നെ ഇനിയും അഡ്വാൻസ്ഡ് ടെക്നോളജിയൊക്കെ വെച്ചിട്ടാണ് ഇത് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇതിൻ്റെ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹോളിവുഡ് പകുതി അതിലുണ്ട്. സോ ഐ ക്യാൻറ്റ് ഈവൻ വെയിറ്റ് ഫോർ ദാറ്റ് ഫിലിം നെക്സ്റ്റ് ഇയർ. അത് ഞാൻ ഐമാക്സിൽ തൂക്കും. അതിന് യാതൊരു കൺസെഷനും ഇല്ല. എൻ്റെ ഐമാക്സ് ഡെബ്യൂ അത് ദ ഓഡിസി ആയിരിക്കും. നല്ല ടൈമുണ്ട്. 2026 ജൂലൈയിലാണ് ഇറങ്ങുന്നത്. ഇഷ്ടംപോലെ ടൈമുണ്ട്. ഒരു വർഷത്തിൻ്റെ മേലെ ടൈമുണ്ട്. എങ്ങനെ പോയാലും ഐമാക്സിനൊക്കെ പോകാനുള്ള ഫണ്ട് ഞാൻ അപ്പം റെഡിയാക്കും. എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് അത് ഞാൻ ഐമാക്സിൽ കണ്ടിരിക്കും. ഫോർ മൈ മാൻ ക്രിസ്റ്റഫർ നോളൻ. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ആൻഡ് ബാക്ക് ടു ഇൻറ്റർസ്റ്റെല്ലാർ. പിന്നെ മാത്യു മെക്കോക്കിനെ വാട്ട് ആൻ ആക്ടർ മാൻ, വാട്ട് ആൻ ആക്ടർ. അങ്ങേരുടെ ആക്ടിങ് ഒക്കെ ഈ സ്മോൾ സ്ക്രീനിലല്ല ബിഗ് സ്ക്രീനിൽ കണ്ടിട്ട് അങ്ങ് ആ ഒരു പുള്ളിക്കാരൻ്റെ ഇമോഷനൊപ്പം ഒത്ത് അലിയണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അതും നടന്നു. ലിറ്ററലി ഐ ക്രൈഡ് ത്രൂ ദാറ്റ് ഫിലിം. ഇതിൽ ഈ ഇൻറ്റർസ്റ്റെല്ലാർ ഫിലിം നമുക്കറിയാം. ഇതിൽ ഇവർ സ്പേസിൽ പോകുമ്പം ഇവരുടെ ഫാമിലി ഇവർക്ക് ഓരോ വീഡിയോ ക്ലിപ്സ് അയച്ചു തരും. ആൻഡ് പുള്ളിക്കാരൻ സ്പേസിൽ പോയി കുറച്ച് ടൈം ആകുമ്പോഴേക്ക് തന്നെ എർത്തിലെ റിയൽ ടൈമിൽ പുള്ളിക്കാരൻ്റെ മക്കളൊക്കെ കുറേ ഏജായി. ഇതിലൊരു സീൻ വരുമ്പം പുള്ളിക്കാരൻ്റെ മോള് പറയുന്നുണ്ട്, നമ്മളെ ജെസിക്ക ചെസ്റ്റൻ പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ നിന്ന് പോയിട്ട് തിരിച്ച് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് രണ്ടാൾക്കും ഒരേ ഏജ് ആയിരിക്കും. ഇന്ന് എനിക്ക് നിങ്ങളുടെ അതേ ഏജാണെന്ന് പറയുന്നൊരു സീനുണ്ട്. ലിറ്ററലി മാൻ. പുള്ളിക്കാരൻ അതിന് ശേഷം ഒരു റിയാക്ഷൻ ഇടുന്നുണ്ട്. ഒരു കരയുന്നൊരു ഇതുണ്ട്. വളരെ ഐക്കോണിക്കായിട്ട് മീമൊക്കെ ആയ ഒരു സീനാണ്. അതെല്ലാം ആ തിയേറ്ററിൽ കൂടെ ആ ഒരു ഹാൻസ് സിമ്മറിൻ്റെ മ്യൂസിക്കും എല്ലാം കൂടെ വരുമ്പോൾ ഞാൻ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോയി. അങ്ങനെ ഒരു ഇതാണ്. അങ്ങനെ ഒരു മാജിക്കൽ സിനിമ. ഇതിലെ എല്ലാ ആക്ടേഴ്സും മാത്യു മെക്കോക്കിനെ, മൈക്കൽ കെയിൻ, ജെസിക്ക ചെസ്റ്റൻ, പിന്നെ തിമോത്തി ഷാൽമെ, എല്ലാവരെയും ഞാൻ ആൻ ഹാത്വേ, ഇവരെല്ലാവരെയും ഞാൻ പ്രൈസ് ചെയ്യുകയാണ്. ആരെയും വിടുന്നില്ല. ഈച്ച് ആൻഡ് എവറി വൺ ലിറ്ററലി അപ്ലിഫ്റ്റഡ് ദ ഫിലിം. നോളനും സിമ്മറും മുന്നിൽ നിന്ന് വഹിക്കുമ്പോൾ ഇവന്മാർ കൊട്ടക്ക് പിടിച്ച് നിന്നില്ല ആക്ടേഴ്സ്. പിന്നെ വിഷ്വലും കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. പടം ത്രൂ ഔട്ട് വേറെ ലെവലാണെങ്കിലും ഇതിൽ എൻ്റെ ഒരു പേഴ്സണലി ഞാൻ ഡ്രോപ്പ് പിന്നെ മുന്നേ കണ്ടതാണെങ്കിലും വായ തുറന്ന് കണ്ണും ഇങ്ങനെ മിഴിച്ച് നിന്ന് ഇങ്ങനെ ചെയ്യുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇവർ ഈ മില്ലേഴ്സ് പ്ലാനറ്റിലെത്തി. പിന്നെ അവിടെ നിന്ന് മറ്റേ മാറ്റൈമൻ്റെ മാൻ എന്ന് പറഞ്ഞ ഡോക്ടർ മാൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ കണ്ടുമുട്ടി അവരൊരു മാൻസ് പ്ലാനറ്റിൽ നിന്നൊരു പരിപാടി ഉണ്ട്, നമ്മുടെ ഒരു ചീറ്റിംഗ് സീൻ. അതല്ല പിന്നെ അങ്ങോട്ട്, അതായത് മില്ലേഴ്സ് പ്ലാനറ്റ് തൊട്ട് പടം കഴിയുന്നവരെ വായ പൂട്ടാൻ പറ്റില്ല. അത്രയും ബാക്ക് ടു ബാക്ക് ഇമ്പാക്റ്റ്ഫുൾ സീനാണ്. ഡോക്കിംഗ് എന്ന് പറഞ്ഞൊരു സീനുണ്ട്. അതൊക്കെ സ്പൈൻ ചില്ലിങ് ആൻഡ് അഡ്രിനൽ റഷൻ അങ്ങേയറ്റം തന്ന ഒരു ഡോക്കിംഗ് സീനുണ്ട്. പിന്നെയുള്ള എല്ലാ സീനും ഇതിൻ്റെ ക്ലൈമാക്സിൽ ഈ കൂപ്പറും തൻ്റെ മോളെ മരിക്കാൻ നേരം കാണാൻ പോകുന്ന ആ സീനെല്ലാം ത്രൂ ഔട്ട് ഫിലിം വേറെ ഒരു നിങ്ങളെ വായ തുറന്നാൽ പിന്നെ അതുവരെ അടയ്ക്കാൻ സമ്മതിക്കാത്ത രീതിയിലാണ് പടം പോകുന്നത്. അതൊക്കെ തിയേറ്ററിൽ കാണാൻ പറ്റുന്നത് ഈ സെക്കൻഡ് ഹാൻഡ്, ഈ പടത്തിൻ്റെ സെക്കൻഡ് ആക്ടും തേർഡ് ആക്ടൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അത്രയും ഐക്കോണിക് സെക്കൻഡ് ആക്ടും തേർഡ് ആക്ടൊക്കെ തിയേറ്ററിൽ കാണാൻ സാധിച്ചതിന് വലിയൊരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ പടം മൊത്തം നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ ഈ വിഷ്വലി പ്ലീസിങ് ആയിട്ടുള്ള സ്പേസ് സീനും കാര്യങ്ങളൊന്നും തന്നെ വേണ്ട. ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള അച്ഛൻ മകൾ കോമ്പിനേഷൻ സീൻസ് തന്നെ
ധാരാളം മതി ഇതിൽ. ഇത് മുമ്പ് എത്ര തവണ കണ്ടാലും ഇത് ആദ്യത്തെ തവണ കാണുന്ന മാതിരി ഒരു ഫ്രഷ് ഫീലിംഗ് ആണ് എപ്പോൾ കണ്ടാലും. തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇതിന് മുന്നേ കണ്ടാണ്. ഞാൻ ഫസ്റ്റ് ടൈം കാണുന്ന പോലെ തന്നെ ക്യൂരിയോസിറ്റി ആയിട്ടും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടും ഒക്കെ നോക്കിയിരുന്നൊരു പടമാണിത്. ആൻഡ് ഇതിൻ്റെ കഥ തന്നെ എന്തൊരു കഥയാണോ, ലോകത്തിലെ തന്നെ വേണോ ഏറ്റവും മികച്ച കഥ എന്ന് പറഞ്ഞു പോകുന്ന അത്ര ഒരു ബ്യൂട്ടിഫുൾ ആയൊരു സ്റ്റോറിയാണ്. ഇത് ഇതിന് പറ്റിയൊരു ഗ്രാൻഡ് മേക്കിംഗ് എല്ലാം കൊണ്ട് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഫിലിം ഓഫ് എവർ. ആ ഒരു ഗ്രേറ്റസ്റ്റ് ഫിലിമിന് ലഭിച്ച ഒരു ഗ്രേറ്റസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ഫെബ്രുവരി 7 എനിക്ക് ഇൻട്രസ്റ്റെല്ലാർ റീ റിലീസോടെ ലഭിച്ചത്. അത് അനുഭവിച്ചറിയാൻ പറ്റിയ തന്നെ ഒരു വലിയ ഭാഗ്യമായി കണക്കാക്കും. ഈ ഒരു സിനിമയുടെ പവർ അറിയുന്നത് തന്നെ ഇത് കാണാൻ പോകുമ്പോൾ ഓഡിയൻസ് മൊത്തം തിയേറ്ററിൻ്റെ ഹോൾ മൊത്തം പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു. അതായത് പടം തുടങ്ങി അവസാനിച്ച് പ്രൊജക്ടർ ഓഫാക്കുന്ന ഒരു മനുഷ്യൻ അവിടെ ഒരു സൗണ്ട് പോലും ഒരു ബഹളം ഒന്നും ഉണ്ടാക്കിയില്ല. എല്ലാവരും അത്രയും മുഴുകിയിരുന്ന ആ സിനിമയുടെ ഓരോ എസൻസും അബ്സോർബ് ചെയ്യുകയും ഒബ്സേർവ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തൊരു പടമാണ്. സോ അത്രയൊരു പവർഫുൾ പടമാണ് എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു തിയേറ്ററിക്കൽ ആംബിയൻസ് ആയിരുന്നു എനിക്ക് ലഭിച്ചത്. അതാണ് ഈ സിനിമയുടെ പവറും. ഇതിൻ്റെ ഈ വിഷ്വൽ എക്സ്ട്രവങ്കാസ, വിഷ്വൽ സ്പെക്ടാക്കിൾ ഇതെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റിയിരുത്തിയാൽ എല്ലാത്തിനുപരി ഇതൊരു സിമ്പിളായിട്ടൊരു അച്ഛനും മോളും തമ്മിലുള്ള ഒരു സ്നേഹബന്ധത്തിൻ്റെ ഒരു സിമ്പിൾ ത്രെഡാണ്. അതിനെയാണ് ഇയാൾ കാണിച്ചു വെക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ ഗ്രാൻഡ് വിഷ്വലി ആയാലും ഓഡിയോ വൈസ് ആയാലും സ്റ്റോറി വൈസ് ആയാലും പ്ലോട്ട് ട്വിസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ എല്ലാം കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഫിസിക്സൊക്കെ എത്ര ബ്ലെൻഡ് ബ്യൂട്ടിഫുള്ളി ഒരു അച്ഛൻ മകൾ ബന്ധത്തിനെ ആ മെയിനാക്കിയിട്ട് ഒരു സിനിമാറ്റിക് വേറെ ഡയമെൻഷനിലേക്ക് എത്തിക്കുന്ന ഒരു സംഭവമാണ് ഇങ്ങനെ ചെയ്തിട്ട്. സോ ഇതിൻ്റെ വിഷ്വൽസ് എല്ലാം ഒന്നും കണ്ടില്ലെങ്കിൽ തന്നെ ആൾക്ക് സിനിമ വീണ്ടും വീണ്ടും കാണാനും ഈ ഇൻട്രസ്റ്റെല്ലാർ സിനിമ ഓർക്കാനും ഇതിൻ്റെ അച്ഛൻ മകൾ തമ്മിലുള്ള പ്യുവറായുള്ള ബന്ധം ഇത് കാണുന്ന എല്ലാ ഓഡിയൻസിനും ഇമോഷണലി കണക്റ്റ് ആയിട്ട് കരയുന്നെങ്കിൽ നിങ്ങളെ കണ്ണിൽ നിന്ന് നനയ്ക്കാൻ കെൽപ്പുള്ള പവർ പടത്തിന് അന്നും ഇന്നും എന്നും എത്ര തവണ റിവാച്ച് ചെയ്താലും ഉണ്ടാവുന്ന തിയേറ്ററിലൂടെ കാണുമ്പോൾ ഒന്നുകൂടെ മനസ്സിലായി. ഇതിലോരോ സീനും അവർ തമ്മിലുള്ള അച്ഛൻ മകൾ ബോണ്ടിൻ്റെ വരുമ്പം ഇമോഷണലി കണക്റ്റ് ആവുകയും കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന എല്ലാം തിയേറ്ററിൽ നിന്നും അനുഭവിച്ചറിഞ്ഞു. അതൊരു തിയേറ്ററിൽ നിന്ന് തന്നെ അനുഭവിച്ചറിയാൻ ഉള്ളതൊരു ഭാഗ്യം തന്നെയാണെന്ന് ഞാൻ കണക്കാക്കുന്നു. അന്ന് വർഷങ്ങൾക്ക് മുന്നേ ആസ് എ ടീനേജർ ഈ ഒരു ഫിലിം പൊളിച്ച് ഇങ്ങനെ കണ്ടു നിന്ന്, അത് കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ മുന്നിൽ നിന്ന് പൊളിച്ച് കണ്ടു നിന്ന് അണ്ടറടിച്ച് ഇതൊന്ന് തിയേറ്ററിൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല എന്ന് പറയുന്ന എൻ്റെ ചൈൽഡ്ഹുഡ് വേർഷനെ ഞാനിപ്പോൾ കാണുകയാണെങ്കിൽ ഈ സിനിമയിൽ തന്നെ ഒരു സീനുണ്ട്. ഇവൻ ലാസ്റ്റ് നമ്മുടെ കൂപ്പർ ഒരു 4th or 3rd ഡയമെൻഷനിലേക്ക് പോയിട്ട് നമുക്കറിയാം മറ്റേ ഈ ഒരു ഗോസ്റ്റ് ഐ ആം യുവർ ഗോസ്റ്റ് എന്ന് പറയുന്നൊരു സീനുണ്ടല്ലോ. അതിൽ ഈ ലൈബ്രറി ബുക്കിൻ്റെ ഷെൽഫിൻ്റെ ബാക്കിൽ നിന്നിട്ട് നോ മേഫ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ പാസ്റ്റ് വേർഷനെ കണ്ടിട്ട് അതൊരു തെറ്റായ തീരുമാനമാണ്, അത് ചെയ്യരുത് എന്ന് അതിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ പറഞ്ഞിട്ട് ആ ഷെൽഫിന് ഇടിക്കുമ്പോൾ ബുക്ക് വീഴും. സോ സ്റ്റേ എന്ന് മോഴ്സ് കോഡിൽ ആ ഒരു സീനുണ്ടല്ലോ, അങ്ങനെ മോഴ്സ് കോഡിൽ ഇവിടെ പുള്ളിക്കാരൻ്റെ മോളോട് സ്റ്റേ എന്ന് പറയുന്ന ആ ഒരു സീൻ പോലെ എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു വി ഡിഡ് ഇറ്റ് എന്ന്. ഞാൻ എൻ്റെ ബുക്ക് ഷെൽഫിൻ്റെ ബാക്കിൽ അടിച്ചിട്ട് വി ഡിഡ് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. കാരണം ആ ഒരു ചൈൽഡ് വേർഷനോട് ഒന്നോ പറയാനുള്ളൂ, നമ്മുടെ ഡ്രീമായ ഇൻട്രസ്റ്റെല്ലാർ തിയേറ്റർ എക്സ്പീരിയൻസ് നടത്തി കഴിഞ്ഞു. ആൻഡ് മാൻ നത്തിങ് മോർ ടു സേ. എൻ്റെ ചെവി, കണ്ണ്, ബോഡിയുടെ എല്ലാ പാർട്ടും ലിറ്ററലി വെൻറ്റ് ത്രൂ സിനിമാറ്റിക് ഹെവൻ യെസ്റ്റർഡേ. ഇന്നലെ 1 മണിക്കായിരുന്നു എൻ്റെ ഷോ, 1 മണി to 4 മണി വരെ ആ ഒരു സിനിമാറ്റിക് ബ്രില്യൻസിൻ്റെ വേൾഡിൽ എമേർജായി ലയിച്ചിരുന്ന് കണ്ട്, ലയിച്ചിരുന്ന് ആസ്വദിച്ച്, ലയിച്ചിരുന്ന് കരഞ്ഞ്, ലയിച്ചിരുന്ന് ചിരിച്ച്, ലയിച്ചിരുന്ന് പേടിച്ച് കണ്ട ആ ഒരു ലൈഫ് ടൈം തിയേറ്റർ എക്സ്പീരിയൻസ് ഓഫ് ഇൻട്രസ്റ്റെല്ലാർ ഒരിക്കലും മറക്കില്ല. താങ്ക് യു വാർണർ ബ്രോസ് ഇന്ത്യ, താങ്ക് യു ക്രിസ്റ്റഫർ നോളൻ, താങ്ക് യു ഐമാക്സ് ഇന്ത്യ, താങ്ക് യു ലിറ്ററലി എവരി വൺ ഹൂ കൺസിഡേർഡ് ടു റിലീസ് ദിസ് ഫിലിം ഇൻ ഇന്ത്യ. ആൻഡ് 10th ആനിവേഴ്സറി സ്പെഷ്യലായിട്ടാണ് ഈ ഫിലിം റിലീസ് ചെയ്തത്. ആൻഡ് 10th അല്ല, നിങ്ങൾ എല്ലാ വർഷവും പറ്റുമെങ്കിൽ എല്ലാ വർഷവും ഇത് റിലീസ് ചെയ്യണം. ഇനിയിപ്പോൾ അടുത്തത് 20th ആനിവേഴ്സറിക്ക് ഒന്നും ഇറക്കല്ല. ഐ ക്യാൻറ്റ് വെയിറ്റ് അനദർ 10 years ഫോർ റീവാച്ച് ദിസ് ഫിലിം ഇൻ തിയേറ്റർ. ഒന്നുകൂടെ അത് തിയേറ്ററിൽ വരികയാണെങ്കിൽ ഉറപ്പിച്ച് ഞാൻ ഐമാക്സിൽ പോയി കാണും. ഇത് എത്ര കണ്ടാലും മടുക്കില്ല. കാരണം ഇനി ഞാൻ വീട്ടിൽ നിന്ന് തന്നെ
ഇത് അടുത്ത പ്രാവശ്യം തിയേറ്റർ റീ റിലീസ് ചെയ്യുന്നവർ എത്ര തവണ ഡിജിറ്റൽ കണ്ടാലും ഞാൻ ഇത് തിയേറ്ററിൽ റീ റിലീസ് ചെയ്യുന്ന അന്ന് തന്നെ പോകും. അങ്ങനെ ചുരുക്ക സിനിമകളുള്ളൂ എത്ര തവണ ഞാൻ സ്മോൾ സ്ക്രീനിൽ കണ്ടാൽ എത്ര റിപ്പീറ്റായി കണ്ടാലും അത് വീണ്ടും വീണ്ടും തിയേറ്ററിൽ വരികയാണ്, വീണ്ടും കൊണ്ട് ഓരോ തവണ പോയി കാണാൻ എന്നെ പ്രേരിപ്പിക്കുന്ന റെയർ സിനിമകളിൽ ടോപ്പ് ലിസ്റ്റിൽ നിൽക്കുന്ന ഏതാനും സിനിമകളിൽ ഒരു സിനിമയാണ് ഇൻറ്റർസ്റ്റെല്ലാർ. ലാസ്റ്റ് അങ്ങനെ വന്നത് ടൈറ്റാനിക് ആയിരുന്നു. ടൈറ്റാനിക് കണ്ടപ്പോൾ എനിക്ക് എത്രത്തോളം ഒരു സിനിമാറ്റിക് ഹെവൻ കിട്ടി, അത് തന്നെയാണ് എനിക്ക് ഇൻറ്റർസ്റ്റെല്ലാറിൻ്റെ കേസിലും പറയാനുള്ളത്. ഇനി ഒരുപാട് ഇതുപോലത്തെ സിനിമകൾ, നല്ല നല്ല വിൻറ്റേജ് സിനിമകൾ, വിൻറ്റേജ് അല്ല പഴയ സിനിമകൾ ഇവർ റീ റിലീസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. യു മസ്റ്റ്. ആൻഡ് ആരും വന്നില്ലെങ്കിൽ ഞാൻ വരും കാണാൻ. കാരണം ഓൾഡ് ഈസ് ഗോൾഡ്. ഈ പഴയ സാധനങ്ങൾ റീ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും കൾട്ട്, ഇതുപോലെ ഇൻറ്റർസ്റ്റെല്ലാർ പോലെ ഫാൻസുള്ള കൾട്ട് പടങ്ങൾ റീ റിലീസ് ചെയ്താൽ നിങ്ങൾ ആര് ഏത് പെർട്ടിക്കുലർ ഇയറിലാണ് നടക്കുന്നത് ആ ഇയറിൽ ഇറങ്ങുന്ന ഏത് പടത്തിനെ കാട്ടും, ഫ്രഷ് റിലീസിനെ കാട്ടും ആൾ കയറും, ഹൗസ്ഫുൾ ആക്കി തരും ആ ഒരു റീ റിലീസുകൾ. കാരണം അത്രയും അധികം ഞങ്ങൾ ആ സിനിമകളെ ഇഷ്ടപ്പെടുന്നു. സോ യു മസ്റ്റ് കൺസിഡർ റീ റിലീസിങ്. റീ റിലീസ് ട്രെൻഡ് ഈസ് ദ ബെസ്റ്റ് തിങ് ഹാപ്പൻ ടു മോഡേൺ സിനിമ. അത്ര എനിക്ക് പറയാനുള്ളൂ. ആൻഡ് ഇനി ഞാൻ നോക്കി നിൽക്കുന്നത് ക്ലാസിക് ജംസുകളായ അല്ലെങ്കിൽ വളരെ അധികം പെർട്ടിക്കുലർ ഫാൻ ബേസ് ഹൈ ആയിട്ടുള്ള ഫിലിംസ് ലൈക്ക് ലാലാ ലാൻഡ്, ഷോഷാങ്ക് റിഡംഷൻ, സ്പീൽബർഗിൻ്റെ ജുറാസിക് പാർക്ക്, ദെൻ സ്റ്റാർ വാർസ് ഫിലിംസ്, അത് ഏതും ആയിക്കോട്ടെ, സ്റ്റാർ വാർസ് ഫിലിംസ്, പിന്നെ നോളൻ്റെ തന്നെ പടങ്ങളായ നോളൻ്റെ എല്ലാ പടവും റീ റിലീസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. പുള്ളിക്കാരൻ്റെ ഫിലിമോഗ്രഫി തന്നെ മൊത്തം തിയേറ്ററിൽ നിന്ന് കാണണം എന്ന് എൻ്റെ ഒരു ഡ്രീമാണ്. സോ ഇപ്പോൾ പെർട്ടിക്കുലർ എടുത്ത് പറയുകയാണെങ്കിൽ ഇൻസെപ്ഷൻ, ദ ഡാർക്ക് നൈറ്റ് റൈസസ്, ടെനറ്റ്, പിന്നെ പ്രസ്റ്റീജ് എല്ലാം അവർ റീ റിലീസ് ചെയ്യട്ടെ. പിന്നെ ഷൈനിങ്, കുബ്രിക്കിൻ്റെ ഷൈനിങ്, 2001 സ്പേസ് ഒഡീസി, ടോബി മഗ്വയറിൻ്റെ സ്പൈഡർമാൻ ട്രിലജി, അതായത് സാം റൈമിൻ്റെ സ്പൈഡർമാൻ ട്രിലജി, പിന്നെ സിനിമ പാരഡീസോ. ഓഫ് കോഴ്സ് സിനിമ പാരഡീസോ ഒക്കെ വളരെ ഞാൻ തിയേറ്ററിൽ നിന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ്. എ ഫിലിം അബൌട്ട് സിനിമ ആൻഡ് തിയേറ്റേഴ്സ്. സിനിമ പാരഡീസോ, പിന്നെ ദ ഗോഡ് ഫാദർ, സ്കോർസേസി ഫിലിംസ്, അങ്ങനെ എല്ലാം റീ റിലീസ് ചെയ്യട്ടെ. കൾട്ട് ജംസൊക്കെ റീ റിലീസ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം അങ്ങനെ വീണ്ടും വീണ്ടും തിയേറ്ററിൽ 4K റീമാസ്റ്റർ ചെയ്തിട്ട് അല്ലാണ്ട് ഐമാക്സിലോ നോർമലോ എല്ലാത്തിലും നിങ്ങൾ റീ റിലീസ് ചെയ്യുക, ഞങ്ങളത് കാണും. അതിന് ഏറ്റവും വലിയ ഒരു എക്സാമ്പിളാണ് ഇൻറ്റർസ്റ്റെല്ലാർ. ഐമാക്സ് തൊട്ട് നോർമൽ സ്ക്രീനിൽ വരെ ഇവർ 7 ദിവസം ലിമിറ്റഡ് റണ്ണാണ് കൊടുത്തത്. ആ 7 ദിവസത്തിലെ എല്ലാ ഷോസും നിയർലി ഹൗസ്ഫുൾ ഓർ ഫുൾ ഹൗസ്ഫുൾ. അതാണ് ഇൻറ്റർസ്റ്റെല്ലാറിൻ്റെ പവർ, അതാണ് ഗ്രേറ്റ് ഗോട്ട് സിനിമയുടെ പവർ, അതാണ് നോളൻ്റെ പവർ, അതാണ് സിനി ഫൈൽസിൻ്റെ പവർ, സിനിമ ലവേഴ്സിൻ്റെ പവർ. എത്ര ഡെക്കേഡ്സ് കഴിഞ്ഞാലും എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും സിനിമ വിൽ സ്റ്റേ അലൈവ് ഇഫ് ദാറ്റ് ഈസ് മെയ്ഡ് സംതിങ് ദാറ്റ് ഹാസ് ബീൻ മെയ്ഡ് ഇൻ സം വേ ദാറ്റ് ഇറ്റ് ക്യാൻ നെവർ എവർ ലീവ് ദ ഹാർട്ട് ഓഫ് ആൻ ഓഡിയൻസ്. ഒരിക്കലും ഒരു കാണുന്ന മനുഷ്യൻ്റെ ഒരു ഓഡിയൻസിൻ്റെ ഹൃദയത്തിൽ നിന്ന് മറന്നു പോകാൻ പറ്റാത്തൊരു സിനിമയാണെങ്കിൽ അത് എത്ര നൂറ്റാണ്ടും പതിറ്റാണ്ടും കഴിഞ്ഞാൽ പോലും നിങ്ങൾ എന്ന് റീ റിലീസ് ചെയ്താലും അതിനുള്ള സ്വീകാര്യത നിങ്ങൾ വിചാരിക്കുന്നതിന്, ഈ തിയേറ്റർ ഓണേഴ്സിനോട് പറയുന്നത്, വിചാരിക്കുന്നതിന് അപ്പുറമാണ് ഞങ്ങൾ കൊടുക്കുക. ദാറ്റ് ഈസ് ദ പവർ ഓഫ് ആക്ച്വൽ സിനിമ. ആൻഡ് ക്രിസ്റ്റഫർ നോളൻസ് ഇൻറ്റർസ്റ്റെല്ലാർ ഈസ് ഈസിലി വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഫിലിംസ് എവർ 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 മെയ്ഡ് ആൻഡ് വിൽ എവർ. ആ ഒരു ടാഗിൽ എന്നെന്നും ഇനിയൊരു 1000 കൊല്ലം കഴിഞ്ഞാലും സിനിമ ഉള്ളതാണ്. നോളൻസ് ഇൻറ്റർസ്റ്റെല്ലാർ വിൽ ബി വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഫിലിംസ് എവർ. അത് ഏത് കാലത്തിന് അനുസരിച്ച് ഇറങ്ങിയാലും അതിനുള്ള സാമൂഹിക പ്രസക്തി ഈസ് ടു മച്ച് ഹൈ. സോ ആ ഒരു മാജിക്കൽ ഫിലിമിൻ്റെ, ആ ഒരു ഫേവററ്റ് ഫിലിമിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് കാണാൻ അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ എൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു അച്ചീവ്മെൻറ്റ്, ഒരു മൈൽ സ്റ്റോൺ, ഒരു ബെഞ്ച് മാർക്കിലൊന്നായിട്ട് ഞാൻ കണക്കാക്കിക്കൊണ്ട് തന്നെ ഈ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇപ്പോൾ തന്നെ അരമണിക്കൂറിൻ്റെ അടുത്തായി. പറയാൻ തുടങ്ങിയാൽ നിർത്തില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു, അത്രയും ക്ലോസ് ടു മൈ ഹാർട്ടായൊരു ഫിലിമാണ്. ആ ഒരു ഫിലിം തന്നെ ഇത്രയും കാലത്തിൻ്റെ കാത്തിരിപ്പിന് ശേഷം തിയേറ്ററിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ പോയാൽ ഇത്രയും പറഞ്ഞില്ലെങ്കിൽ അത് ആ സിനിമയോട് ഞാൻ ചെയ്യുന്ന ആസ് എ ലവർ ഓഫ് ദാറ്റ് ഫിലിം ഒരു നീതികേടായിരിക്കും. ആൻഡ് ഇനിയും ഞാൻ പറയാൻ ദിവസം, വർഷം, മാസങ്ങൾ വരെ എനിക്കിതിനെ പറ്റി പറയാനുണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് പോസിബിൾ. അതുകൊണ്ട് തന്നെ ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിർത്തുകയാണ്. താങ്ക് യു ഇൻറ്റർസ്റ്റെല്ലാർ, താങ്ക് യു ക്രിസ്റ്റഫർ നോളൻ, ആൻഡ് താങ്ക് യു ഫോർ റീ റിലീസിങ് ദിസ് ഇൻ തിയേറ്റേഴ്സ്. ഇനിയും റീ റിലീസ് ചെയ്യുക. ഇനിയും കാണാൻ പൂതി തീർന്നിട്ടില്ല, ഒരിക്കലും തീരാത്തൊരു പൂതിയാണ്. എൻ്റെ കാണാത്തവർ എത്രയും പെട്ടെന്ന് പോയി കാണുക. പിന്നെ നിങ്ങളുടെ ലൈഫിൽ വേറെ അർത്ഥം ഉണ്ടാവില്ല. ആയിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടന്മാർ. കാരണം ഇത് റീ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടും കാണാണ്ട പോയില്ല കാരണം യുവർ ബിഗസ്റ്റ് ലോസ് ഓഫ് യുവർ ലൈഫ്. എൻ്റെ കണ്ടവർ അഭിപ്രായം പറയുന്നു. ഇപ്പോൾ 8-ാം തീയതി ആയിട്ടുള്ളൂ, ഇത് 14-ാം തീയതി വരെ ഉണ്ട്. എല്ലാ ദിവസവും ഓൾമോസ്റ്റ് ഫുള്ളാണ്. എല്ലാവരും പോയി കണ്ടു വരട്ടെ.
ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടു, ഇനിയും കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. പറ്റുകയാണ് പൈസ ഇട്ടാണ് ഒന്നുകൂടെ ഈ ആഴ്ച പോയി കാണും. ലിറ്ററലി ഒരു 3 മണിക്കൂർ സമയത്തിനുള്ളിൽ അങ്ങ് സ്പേസിലും ഈ മില്ലേഴ്സ് പ്ലാനറ്റിലും ബ്ലാക്ക് ഹോളിലും 4th 3rd 2nd 1 എല്ലാ ഡയമെൻഷനിലും കൂടി ഒരു കോസ്മിക് റൈഡ് നടത്തുക. അങ്ങനെ ഒരു ഫീലാണ് പടം ത്രൂ ഔട്ട് നമുക്ക് ലഭിക്കുന്നത്. ഒരു ആ ഒരു സ്പേസ്ഷിപ്പ് എടുത്ത് എർത്ത് ലീവ് ചെയ്തതിനു ശേഷം ഫുള്ള് കംപ്ലീറ്റ് നമ്മൾ ആ സ്പേസിൽ പോയി നാസയുടെ ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വന്ന ഒരു ഫീലായിരിക്കും തിയേറ്ററിൽ നിന്ന് പുറത്ത് വരുന്നത്. ലിറ്ററലി ഐ ഫെൽറ്റ് ലൈക്ക് ദാറ്റ്. അത് വർഷങ്ങൾക്ക് മുമ്പ് OTT ചെറിയ സ്ക്രീനിൽ കാണുമ്പോഴും ഇതിപ്പം തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ സെയിം എമൗണ്ട് ഓഫ് ഒരു ഫീലാണ് എനിക്ക് ലഭിച്ചത്. അങ്ങനെ ഒരു ഫ്രീ സ്പേസ് റൈഡ് ലഭിക്കുന്നൊരു അഡ്വാൻറ്റേജ് കൂടി സിനിമയിലുണ്ട്. അങ്ങനെ ഒരു സിനിമ, അങ്ങനെ ഒരു എക്സ്പീരിയൻസ്, വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് മൈ ലൈഫ് ടൈം ദാറ്റ് I will never forget in my lifetime. I will cherish forever. That is Christopher Nolan's Interstellar. Now playing nearly cinemas, so please do watch it. And എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണ്ട, നിങ്ങൾ ആദ്യം പടം പോയി കാണും. ചാനൽ സബ്സ്ക്രൈബോ ലൈക്കോ ഒന്നും വേണ്ട. ഈ സിനിമ ഇവിടെ ഇന്ത്യ വിട്ടു പോകുമ്പം തന്നെ ഒരു ചരിത്രം സൃഷ്ടിച്ച് പോയാൽ മതി, അത്ര എനിക്ക് പറയാനുള്ളൂ. ദിസ് ഈസ് വാട്ട് Interstellar lovers can pay as a reward to Christopher Nolan. ഈ പടത്തിലൊരു മെയിൻ ഡയലോഗായ ഒരു ഡയലോഗുണ്ട്, ലവ് ഈസ് വാട്ട് ദാറ്റ് ട്രാൻസെൻഡ്സ് ത്രൂ ഡയമെൻഷൻ ആൻഡ് സ്പേസ് ആൻഡ് ദിസ് ഫിലിം ഈസ് ദാറ്റ് ലവ്. ദിസ് ഫിലിം വിൽ ഓൾവേസ് ട്രാൻസെൻഡ് ത്രൂ ടൈം ആൻഡ് സ്പേസ് ആൻഡ് ബ്രേക്ക് എനി ഡയമെൻഷൻ ഓഫ് സിനിമ. ആൻഡ് ഈ സിനിമേൻ്റെ മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വേർഡ് കൂടെ ഉണ്ട്, സ്റ്റേ. അതും എനിക്ക് പറയാനുള്ളൂ. മൈ ലവ് ആൻഡ് പാഷൻ ആൻഡ് ഒബ്സഷൻ ടുവേർഡ്സ് ദിസ് ഫിലിം Interstellar will always stay. It will always what? Stay.